ഹലോ, എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ സ്റ്റഡി സോൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ദ്രിയങ്ങൾ. ഏതാണ്? ഇന്ദ്രിയങ്ങൾ. സോ ഇന്ദ്രിയങ്ങൾ നമുക്കറിയാം, 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെയാണവ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഓക്കെ, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ണ് എന്ന ഇന്ദ്രിയത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ദ്രിയ അനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഇന്ദ്രിയമാണ് ഇത്, കണ്ണ്. സോ കണ്ണ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയാനുഭവത്തിന് വേണ്ടിയിട്ട്. എന്തിനാണ്? ഇന്ദ്രിയാനുഭവത്തിന്, കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയാനുഭവത്തിന്, തലച്ചോറിന്, നമ്മുടെ മസ്തിഷ്കത്തിന് സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് ഇത്, കണ്ണ് എന്ന് പറയുന്നത്. ആത്മാവിലേക്കുള്ള ജാലകം എന്ന് പറയുന്നത് ഏതാണ്? കണ്ണാണ്. ഓക്കെ, ആത്മാവിലേക്കുള്ള ജാലകം എന്ന് പറയുന്നത് എന്താണ്? കണ്ണിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമുക്കറിയാം. തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ്. തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നേത്രകോടരത്തിലാണ് നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ വരയ്ക്കുകയല്ലേ ഇങ്ങനെ ഡേഞ്ചറിൻ്റെ ആക്ഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ 2 കുഴിയൊക്കെ ഇങ്ങനെ വരയ്ക്കില്ലേ? സോ ഇതാണ് എന്ത്? ഈ നേത്രകോടരം എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ എന്താണ്, തലയോട്ടിയിലെ ഈ നേത്രകോടരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. എന്ത് സ്ഥിതി ചെയ്യുന്നത്? കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ മസ്തിഷ്കത്തിലെ തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. സോ ആ കണ്ണുകളെ ആ നേത്രകോടരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതൊരു പേശിയാണ്. അതിൻ്റെ പേരാണെന്ത്? ബാഹ്യ കൺപേശി. എന്താണ്? ബാഹ്യ കൺപേശി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ ആണല്ലോ? സോ കണ്ണ് എവിടെയാണുള്ളത്? തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ് ആര് കാണുന്നത്? നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാ നേത്രകോടരത്തിൽ ഉറപ്പിച്ച് വയ്ക്കുന്നത് ആരാണ്? ബാഹ്യ കൺപേശിയാണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ണിലെ പാളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? നമുക്ക് പറയാം, 3 പാളികളാണുള്ളത്. കണ്ണിന് എത്ര പാളികളാണുള്ളത്? 3 പാളികളാണുള്ളത്. ഏറ്റവും പുറമേയുള്ള പാളിക്ക് അറിയുന്ന പേരാണെന്ത്? ദൃഢപടലം. ഏതാണ്? ദൃഢപടലം. രണ്ടാമത്തെ പാളിയാണ് രക്തപടലം. മൂന്നാമത്തെ പാളിയെ നമ്മൾ ദൃഷ്ടിപടലം എന്നാണ് വിളിക്കുക. നമുക്ക് കാഴ്ച ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാം, നമ്മുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ എവിടെയാണ്? ഈ ദൃഷ്ടിപടലത്തിലാണ്. ദൃഷ്ടിപടലത്തിന് നമുക്ക് എന്തും വിളിക്കാം? റെറ്റിന എന്നും വിളിക്കാം. റെറ്റിന എന്നും വിളിക്കാം. ദൃഷ്ടിപടലത്തിന് നമുക്ക് എന്ത് വിളിക്കാം? റെറ്റിന എന്ന് വിളിക്കാം. ഇനി ഈ ദൃഢപടലമാണ് എന്ത് സഹായിക്കുന്നത്? ആകൃതി നൽകുന്നത്. കണ്ണിന് ആകൃതി, അതേപോലെ തന്നെ ദൃഢത, ഇതൊക്കെ നൽകുന്നത് ആരാണ്? നമ്മുടെ ദൃഢപടലമാണ്. ഓക്കെ, ഈ ദൃഢപടലം മൊത്തം എന്താണ്? യോജക കലകളാൽ നിർമ്മിതമാണ്. ആരാണ്? യോജക കലകളാൽ നിർമ്മിതമാണ് ആര്? നമ്മുടെ ദൃഢപടലം എന്ന് പറഞ്ഞാൽ. എന്നാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? രക്തപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് രക്തപടലം എന്ന് പറയുന്നത്. സോ കൺഭിത്തിയിലെ നീല നിറത്തിലുള്ള മധ്യപാളിയാണ് ഇത് രക്തപടലം എന്ന് പറയുന്നത്. സോ ഈ രക്തപടലത്തിൻ്റെ ഒരു ഫങ്ഷൻ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിലൂടെ രക്തം ഒഴുകുന്നുണ്ടെങ്കിൽ അതെന്ത് നൽകാനായിരിക്കും? ആ കണ്ണുകളിലുള്ള കലകൾക്ക് ഓക്സിജനും അതേപോലെ തന്നെ
വസ്തുക്കൾ പോഷണവും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അതിലൂടെയുള്ള രക്തം സഹായിക്കുന്നത്. അതിലൂടെ ഒഴുകുന്ന രക്തം സഹായിക്കുന്ന എന്താണ്? കണ്ണിലെ കലകൾക്ക് എന്തിനുള്ള സഹായമാണ് നൽകുന്നത്? ഓക്സിജനും പോഷകവും നൽകുന്നു. ഒക്കെയാണല്ലോ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. അതായത് ഇപ്പം ഞാനിവിടെ ഒരു കണ്ണിൻ്റെ ഇമേജ് വരയ്ക്കാം. അതായത് 3 പാളിയാണുള്ളത്. ഏറ്റവും പുറമേയുള്ള പാളിയെ നമ്മൾ ദൃഢപടലം എന്നാണ് വിളിക്കുക. എന്താണ്? ദൃഢപടലം. ഓക്കെ. ഇനി അതിനുള്ളിലുള്ള പാളിയെയാണ് എന്ത് വിളിക്കുന്നത്? അതിനുള്ളിലുള്ള അടുത്ത പാളി, അതിനെ നമുക്ക് റെഡ് കളറിൽ കാണിക്കാം. സോ ഈ പാളിയാണ് ഇത്. ഈ പാളിയാണ് നമ്മൾ രക്തപടലം എന്ന് വിളിക്കുന്നത്. രക്തപടലം. ഓക്കെ. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഉള്ളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ദൃഷ്ടിപടലം കാണപ്പെടുന്നത്. എന്താണ്? ദൃഷ്ടിപടലം. ഓക്കെ. ദൃഷ്ടിപടലം. ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ് ആര്? ദൃഷ്ടിപടലം. ഏറ്റവും പുറമേ കാണുന്നതാണ് ആര്? ദൃഢപടലം. ഓക്കെ. ഓക്കെ ആണല്ലോ. ഇനി 3 പാളികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇവിടെ നിങ്ങൾക്ക് ഒരു എന്താണ് പുറത്തേക്ക് പോകുന്ന പോലത്തെ ഒരു വഴി കാണാം അല്ലേ? ഇത് പുറത്തേക്ക് പോകുന്ന വഴിയല്ല. ഇതെന്താണ്? നേത്രനാഡി പോകുന്ന വഴിയാണ്. എന്താണ്? നേത്രനാഡി പോകുന്ന വഴിയാണ്. എങ്ങോട്ടാണ് നേത്രനാഡി പോകുന്നത്? മസ്തിഷ്കത്തിലേക്ക്. എങ്ങോട്ടാണ്? മസ്തിഷ്കത്തിലേക്കാണ് നേത്രനാഡി കടന്നു പോകുന്നത്. സോ നേത്രനാഡി ഇവിടെയാണുള്ളത്. ഇനി ഈ ഒരു ദൃഷ്ടിപടലത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു വേറൊരു കാര്യം കൂടെ പറയണം. ഇവിടെ തന്നെ എന്തുണ്ട്? ഒരു പീതബിന്ദു ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു അന്ധബിന്ദു ഉണ്ട്. പീതബിന്ദു ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? ഒരു അന്ധബിന്ദു ഉണ്ട്. പീതബിന്ദു, അന്ധബിന്ദു. സോ എന്താണ് ഈ പീതബിന്ദു? എന്താണ് ഈ അന്ധബിന്ദു എന്ന് പറഞ്ഞാൽ? പീതബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാഴ്ച സാധ്യമാകുന്ന സ്ഥലമാണ് ഇത് പീതബിന്ദു. എന്നാൽ ഇവിടെയുള്ള ഈ അന്ധബിന്ദു എന്ന് പറയുന്നത് ഇവിടെ എന്ത് സാധ്യമല്ല? എന്ത് രൂപപ്പെടുന്നില്ല? പ്രതിബിംബം രൂപപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? അന്ധബിന്ദു എന്ന് വിളിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ട്. എന്താണ്? ബ്ലൈൻഡ് സ്പോട്ട്. സോ പീതബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധബിന്ദു. അതായത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗത്തിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി നമുക്കുള്ള ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ദൃഷ്ടിപടലം. ഓക്കെ. ദൃഷ്ടിപടലത്തിന് നമുക്ക് ഇങ്ങനെ ഇതുണ്ടോ? സോ ഇതാണ് ഈ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഈ ഭാഗമാണ് ഇത് കോർണിയ എന്നറിയപ്പെടുന്നത്. എന്താണ്? കോർണിയ. മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഈ ഭാഗമാണ് എന്ത്? കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഇത് കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഓക്കെ, ഇതാണ് നമ്മുടെ കോർണിയായിട്ട് വരുന്നത്. ഇനി അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണാനായിട്ട് പറ്റും? സീലിയറി പേശികൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയാണ് നിങ്ങളുടെ ലെൻസ് കാണപ്പെടുന്നത്. എന്താണ്? ലെൻസ്. ഇതാണെന്ത്? ലെൻസ്. സോ നമുക്കിവിടെ ലെൻസ് എന്ന് എഴുതാം. ഇതാണെന്ത്? ലെൻസ് വരുന്നത്. ഈ ലെൻസിനെ നമ്മുടെ സീലിയറി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. സോ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഐറിസിനെ കാണാനായിട്ട് പറ്റും. ആരാണ്? ഐറിസ്. ഐറിസിന് നമുക്ക് വേറെ കളർ എടുക്കാം. ഐറിസ്. ഓക്കെ. ഐറിസ് കാണാനായിട്ട് പറ്റും. സോ
സോ ഇതാണെന്ത് ഐറിസ് എന്ന് പറയുന്നത്. ഈ ഐറിസിനും ഇനി ഇവിടെ നിങ്ങൾക്കൊരു സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതായത് ഇവിടെ അല്ലേ, ഈ ഐറിസിനും ലെൻസിനും ഇടയിലായിട്ട് നിങ്ങൾക്കൊരു സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ സ്പോട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്യൂപ്പിൾ. എന്താണ് വിളിക്കുക? പ്യൂപ്പിൾ. ഓക്കെ. ഇനി പ്യൂപ്പിളിനും കോർണിയയ്ക്കും ഇടയിലുള്ള ഈ ഒരു അറയ്ക്ക് പറയുന്ന പേരാണ് അക്വസ് അറ. എന്താണ്? അക്വസ് അറ. ഈ അക്വസ് അറയിൽ എന്ത് നിറഞ്ഞിരിക്കുന്നുണ്ട്? അക്വസ് ദ്രവം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ മൊത്തം എന്താണ് നിറഞ്ഞിരിക്കുന്നത്? വിട്രിയസ് അറയാണിത്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? വിട്രിയസ് ദ്രവമാണ് നിറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ എന്ത്? ലെൻസ് എന്ന് പറയുന്നത്. മറക്കരുത്. ഇതാണെന്ത്? നമ്മുടെ ഐറിസ്. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. ഈ കണ്ണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമുക്കിനി ഡീറ്റെയിൽസ് ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ. സോ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇത് ദൃഢപടലം എന്ന് പറയുന്നത്. ദൃഢപടലം. ഓക്കെ. ദൃഢപടലം അതെന്തൊക്കെയാണ്? നേത്രഗോളത്തിന് എന്ത് നൽകുന്നു? ആകൃതി. അതേപോലെ തന്നെ എന്തു നൽകുന്നു? ദൃഢത നൽകുന്നു. ആകൃതി, ദൃഢത എന്നിവ നൽകുന്നു. അതേപോലെ തന്നെ ഇത് യോജക കലകളാൽ നിർമ്മിതമാണ്. യോജക കലകളാൽ നിർമ്മിതമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണേത്? രക്തപടലം. പേരിൽ തന്നെ രക്തപടലം ഉള്ളത് കൊണ്ട് തന്നെ പേരിൽ തന്നെ എന്തുണ്ട്? രക്തക്കുഴലുകൾ കാണുന്നു. സോ രക്തക്കുഴലുകൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിലൂടെ രക്തം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? കണ്ണിലെ കലകൾക്ക് എന്ത് പ്രദാനം ചെയ്യുക? കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, അതേപോലെ തന്നെ ഓക്സിജനും പോഷകവും നൽകുക എന്നുള്ളതാണ് എന്ത്? ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏത്? ദൃഷ്ടിപടലം. ഏറ്റവും അകത്തിരിക്കുന്ന ഇതാണെന്ത്? ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്തും വിളിക്കാം? റെറ്റിന എന്നും വിളിക്കാം. എന്താണ്? റെറ്റിന എന്ന് വിളിക്കാം. ഇനി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന സ്ഥലമാണേത്? ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. സോ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന സ്ഥലമാണേത്? കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന സ്ഥലമാണേത്? ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ഇനി ഈ പ്രതിബിംബം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്? യഥാർത്ഥമായിരിക്കും. എന്നാൽ എന്തായിരിക്കും? യാഥാർത്ഥ്യമുള്ളതായിരിക്കും. എന്നാൽ തല കീഴായതായിരിക്കും. എന്താണ്? തല കീഴായതുമായിരിക്കും. യാഥാർത്ഥ്യവും തല കീഴായതുമായിരിക്കും. എവിടെ ഫോം ചെയ്യുന്ന പ്രതിബിംബങ്ങൾ? നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന പ്രതിബിംബങ്ങൾ. ഇനി റെറ്റിനയിൽ കാണപ്പെടുന്ന 3 പാളി നാഡീകോശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ മാത്രമല്ല, പകരം എന്തും കാണുന്നുണ്ട്? ഗാംഗ്ലിയോൺ കോശങ്ങളും അതേപോലെ തന്നെ ബൈപോളർ കോശങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ ദൃഷ്ടിപടലത്തിൽ കാണുന്നുണ്ട്. ഇനി ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയായിരിക്കും? പീതബിന്ദുവിലാണ്. എവിടെയാണ്? പീതബിന്ദുവിലാണ് ഏറ്റവും കൂടുതലായും എന്ത് കാണപ്പെടുന്നത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. പീതബിന്ദുവിനെ നമുക്ക് എന്തും വിളിക്കാം? യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കാം. എന്താണ്? യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കാം. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗവും ഏത് തന്നെയാണ്? നമ്മുടെ പീതബിന്ദു തന്നെയാണ്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? പീതബിന്ദുവിലായിരിക്കും. എന്നാൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? അന്ധബിന്ദു. എന്താണ്? അന്ധബിന്ദു. അന്ധബിന്ദുവിൽ എന്ത് കാണപ്പെടുന്നില്ല? പേര് പോലെ തന്നെ അന്ധബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്?
ബ്ലൈൻഡ് സ്പോട്ടാണ്. ഇവിടെ എന്ത് കാണപ്പെടുന്നില്ല? പ്രകാശഗ്രാഹികൾ കാണുന്നില്ല. പ്രകാശഗ്രാഹികൾ കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്ത് പേര് വന്നത്? അന്ധബിന്ദു എന്ന് പറയുന്നത്. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അന്ധബിന്ദുവാണ്. ഓക്കെ, ഇനി ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥരപാളിയാണ് ഇത് നമ്മുടെ കൺജങ്ടൈവ എന്ന് പറയുന്നത്. എന്താണ് കൺജങ്ടൈവ എന്ന് പറയുന്നത്? എന്നാൽ ദൃഢപടലത്തിൻ്റെ മുന്നിലെ ഉന്തിയ ഭാഗത്തെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ സുതാര്യമായിരിക്കുന്ന ഈ ഉന്തിയ ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? കോർണിയ. നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ള ദൃഢപടലത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള സുതാര്യവും, അപ്പം നമുക്കിവിടെ എഴുതാം കോർണിയയുടെ ഫങ്ഷൻ, നമുക്കിവിടെ എഴുതാം കോർണിയ. സോ കോർണിയ സുതാര്യമായിരിക്കും അല്ലേ? സുതാര്യമെങ്കിൽ മാത്രമേ എന്ത് കടന്നു പോവുള്ളൂ? പ്രകാശം ഉള്ളിൽ കൂടെ കടന്നു പോവുള്ളൂ. സോ സുതാര്യമായിരിക്കും. മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് ഇത് കോർണിയ എന്ന് പറയുന്നത്. നമ്മളിതിനെ എന്ത് വിളിക്കും? നേത്രപടലം. എന്താ വിളിക്കുക? നേത്രപടലം എന്ന് വിളിക്കും. നേത്രപടലം എന്ന് വിളിക്കുന്നു. സോ പ്രകാശരശ്മികളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. പ്രകാശരശ്മികളെ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അതാരാണ് ഇവിടെ ചെയ്യുന്നത്? കണ്ണിൽ ആദ്യം തന്നെ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ മസ്തിഷ്കത്തിലേക്ക് തലച്ചോറിലേക്ക് എന്ത് പോകുന്നുണ്ട്? ഇമേജ് പോകുന്നുണ്ട്. എന്ത് ഇമേജ്? ഞാൻ കാണുന്നത് ഇന്ന വസ്തുക്കളാണെന്നുള്ള ഒരു ഇമേജ് പോകുന്നുണ്ട്. ആ ഇമേജ് പോകണമെങ്കിൽ നമ്മൾ ആ സാധനം കാണണം അല്ലേ? കാണാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലല്ലോ. സോ ആ കാണണം എന്ന് പറയുന്നത്, നമ്മൾ ആ കാണുന്ന സമയത്ത് അതിൻ്റെ ആ പ്രകാശരശ്മികൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ റെറ്റിനേറ്റകത്തേക്ക് പോകണമെങ്കിൽ അത് ആരിലൂടെ ആദ്യം കടന്നു പോകണം? ഈ പറഞ്ഞിരിക്കുന്ന നേത്രപടലം അല്ലെങ്കിൽ കോർണിയയിലൂടെ കടന്നു പോകണം. ഓക്കെ, സോ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് കടത്തിവിടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോർണിയാണ്. ഇവിടെ എന്ത് കാണുന്നില്ല? രക്തക്കുഴലുകൾ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? രക്തക്കുഴലുകൾ കാണുന്നില്ല. സോ അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ ഓക്സിജൻ കിട്ടുന്നത്? അവരെന്താ ചെയ്യുന്നത്? വായുവിലൂടെ നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. വായുവിലൂടെ നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഇത് ഐറിസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം, ഇതാണ് രക്തപടലം അല്ലേ? ഇതായിരുന്നു രക്തപടലം എന്ന് പറയുന്നത്. ഈ രക്തപടലത്തിൻ്റെ തുടർച്ചയാണ് എന്ത്? ഐറിസ് എന്ന് പറയുന്നത്. എന്താണ് ഐറിസ് എന്ന് പറയുന്നത്? സോ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു കണ്ണ് ഇവിടെ കണ്ടെന്ന് വിചാരിച്ചോ. ഇതാണ് നിങ്ങൾ കണ്ണെന്ന് പറയുന്ന ഒരു ഭാഗം. ഈ കണ്ണിന് ചുറ്റും എന്തുണ്ട്? ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുന്നത് അല്ലേ? കണ്ണിലെ കൃഷ്ണമണി എന്ന് നിങ്ങൾ പറയുന്ന ഇതിനാണല്ലേ? സോറി, കുറച്ചും കൂടെ നീറ്റായിട്ട് വരയ്ക്കാം. സോ ഈ കണ്ണിൻ്റെ ഇങ്ങനെ നിങ്ങൾ കണ്ണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു കറുപ്പ് നിറത്തിലുള്ള കൃഷ്ണമണി കാണുന്നില്ലേ? സോ ഈ കൃഷ്ണമണിക്കുള്ളിൽ നിങ്ങൾ ഈ വര പോലെ ഈ കാണുന്ന ഈ ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഐറിസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഐറിസ്, ഇങ്ങനെ ഈ കോൽ ഇങ്ങനെ കാണുന്ന ഈ ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഐറിസ് എന്ന് വിളിക്കുന്നത്. സോ ഇതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലേ? ഈ ഗ്യാപ്പ്, ഇതൊരു ഗ്യാപ്പാണ് കേട്ടോ, ഇതൊരു ഗോളമൊന്നുമല്ല. ഇതെന്താണ്? ഒരു ഗ്യാപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇത് കണ്ടില്ലേ? ഇതൊരു ഗ്യാപ്പാണ് അല്ലേ? ഇവിടെ ഈ ഐറിസിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഗ്യാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ. ഓക്കെ, സോ നിങ്ങൾ കണ്ണാടിയിൽ ഒരു നല്ല വെളിച്ചുള്ള കണ്ണിലേക്ക് നല്ല വെളിച്ചടിച്ചത് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഐറിസും പ്യൂപ്പിളും ഒക്കെ കേട്ടോ. ഇനി സോ
നമ്മുടെ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഏത്? ഐറിസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഐറിസിന് എഴുതാം. രക്തപടലത്തിൻ്റെ കോർണിയയ്ക്ക് പിൻഭാഗത്തായി കാണുന്നു, കോർണിയയ്ക്ക് പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഐറിസ് എന്ന് പറയുന്നത്. സോ ഐറിസിനൊരു പ്രത്യേക നിറം കൊടുക്കുന്നത്, അതായത് എല്ലാവരുടെയും ഐറിസ് ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് ആകാശനീല കളറായിരിക്കും, ചിലർക്ക് നമ്മൾ പൂച്ചക്കണ്ണെന്നൊക്കെ പറയില്ലേ. സോ ഐറിസിൻ്റെ നിറം എന്തുണ്ട്? പലരിലും പല രീതിയിലായിരിക്കും. സോ ആ ഒരു നിറം കൊടുക്കുന്ന വസ്തു ഏതാണ്? മെലാനിൻ ആണ്. ഏതാണ്? മെലാനിൻ. ഐറിസിന് ഇരുനിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ മെലാനിനാണ്. ഏതാണ്? മെലാനിൻ. ഓക്കെ. സോ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ഒരു ഭാഗമാണ്, അതായത് സുഷിരം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് നമ്മൾ പറയും. പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയും. ഓക്കെ. സോ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഈ സുഷിരം എന്തിനാണെന്നാണ് ചോദിച്ചാൽ എന്താണ്? പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് നല്ല ബ്രൈറ്റായിട്ട് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അധികം പ്രകാശം കടന്നു പോകാത്ത രീതിയിൽ ഇതെന്താവും? ഇതിങ്ങനെ എന്ത് ചെയ്യും? ചുരുങ്ങും. ഓക്കെ. ഇനി എന്നാൽ മങ്ങിയ പ്രകാശത്തിൽ കൂടുതൽ പ്രകാശം അകത്തേക്ക് കടന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാഴ്ചകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താവും? വികസിക്കും. സോ ഇതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഐറിസ് എന്ത് ചെയ്യും? പ്യൂപ്പിൾ എന്താവും? അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞുതരാം. സോ പ്യൂപ്പിളിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നല്ല വെളിച്ചടിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളെ കയ്യിൽ ഇതൊരു ടോർച്ചാണെന്ന് വിചാരിക്കാം. ഈ ടോർച്ചിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്? വെളിച്ചടിച്ചെന്ന് വിചാരിക്കും. ടോർച്ചിൽ ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ എന്താവാൻ തുടങ്ങും? ചുരുങ്ങും. കാരണം എന്താണ്? അധികം ലൈറ്റ് അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്താവും? ചുരുങ്ങും. ആ ചുരുങ്ങുന്നതിന് കാരണം എന്താണ്? നമ്മുടെ വലയ പേശികൾ സങ്കോചിക്കുന്നതാണ് അതിന് കാരണം. പ്യൂപ്പിൾ ചുരുങ്ങാൻ കാരണം എന്താണ്? അപ്പോൾ നമുക്കിവിടെ എഴുതാം, തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഇതിന് കാരണം എന്താണ്? കാരണം വലയപേശികൾ സങ്കോചിക്കുന്നതാണ്. എന്താണ്? വലയപേശികൾ സങ്കോചിക്കുന്നതാണ് അതിന് കാരണം. വലയപേശികൾ സങ്കോചിക്കുന്നതാണ് അതിന് കാരണം. ഓക്കെ. എന്നാൽ എന്താണ്? നമ്മുടെ മങ്ങിയ പ്രകാശമാവുന്ന സമയത്ത്, നമുക്കിവിടെ എഴുതാം, മങ്ങിയ പ്രകാശത്തിൽ കൂടുതൽ പ്രകാശം അകത്തേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആവുള്ളൂ അല്ലേ. സോ ആ കൂടുതൽ പ്രകാശം അകത്തേക്ക് പ്രകാശരശ്മികൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്യൂപ്പിൾ വികസിക്കും. പ്യൂപ്പിൾ വികസിക്കും. കാരണം എന്താണ്? റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതാണ്. റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. സോ നമ്മുടെ ഈ പ്യൂപ്പിൾ വികസിക്കുന്നതും ചുരുങ്ങുന്നതും രണ്ട് പേശികൾ മൂലമാണ്. ഒന്ന് വലയ പേശികളാണ്, രണ്ടാമത്തേത് റേഡിയൽ പേശികളാണ്. മങ്ങിയ വെളിച്ചത്തിൽ ആക്ടിവേറ്റ് ആവുന്നത് റേഡിയൽ പേശികളാണ്, എന്നാൽ തീവ്രപ്രകാശത്തിൽ വലയ പേശികളാണ് ആക്ടിവേറ്റ് ആവുന്നത്. സോ വലയ പേശികൾ സങ്കോചിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രപ്രകാശത്തിലും, എന്നാൽ റേഡിയൽ പേശികൾ എപ്പോഴാണ് സങ്കോചിക്കുന്നത് ചോദിച്ചാൽ മങ്ങിയ പ്രകാശത്തിലുമായിരിക്കും. ഇതാണ് പ്യൂപ്പിളിൻ്റെ ചുരുക്കലിനും അതേപോലെ തന്നെ വികസനത്തിനും കാരണമാകുന്നത് എന്ന് പഠിക്കാം.
അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യൂപ്പിൾ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എന്താണ്, നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ ലെൻസിലേക്കാണ് പോകുന്നത് അല്ലേ. എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ ലെൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ലെൻസ്. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ നമ്മുടെ കണ്ണിലുള്ള ലെൻസ്? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ബൈ കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് ഇത്, സീലിയറി പേശികൾ. ഏതാണ്? സീലിയറി പേശികൾ. ഈ സീലിയറി പേശികളാണ് ഇതിന് സഹായിക്കുന്നത്, വക്രത ക്രമീകരിക്കുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് ആരാണ്? വക്രത ക്രമീകരിക്കുന്നത് ആരാണ്? സീലിയറി പേശികളാണ്. അപ്പോൾ എന്തൊക്കെ പേശികളാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്? നമ്മുടെ നേത്രഗോളത്തിനുള്ളിൽ നമ്മുടെ കണ്ണിനെ ഉറപ്പിച്ച് വെക്കുന്ന ആരായിരുന്നു എന്ന് പറഞ്ഞേ? ബാഹ്യ കൺപേശിയായിരുന്നു നേത്രഗോളത്തിനുള്ളിൽ ഉറപ്പിച്ച് വെക്കുന്നത്. പിന്നെ പറഞ്ഞ പേശി എന്ന് പറയുന്നത് നമ്മുടെ പ്യൂപ്പിളിനെ ചുരുക്കുന്നതും വികസിപ്പിക്കുന്നതുമായിട്ടുള്ള വലയ പേശികളും റേഡിയൽ പേശികളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ക്രമീകരണം, രശ്മികളെ നമ്മൾ ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോഴും നമ്മുടെ ലെൻസിന് ചെറിയ മാറ്റം വരുന്നുണ്ട്. ആ ലെൻസിൻ്റെ ആ വക്രത ക്രമീകരിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? സീലിയറി പേശികളാണ് എന്നാണ് പറയുന്നത്. സീലിയറി പേശികൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് കണ്ണിനുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ അടുത്തുള്ള വസ്തു, ഇവിടെ നമുക്ക് അടുത്തുള്ള വസ്തു എന്ന് എഴുതാം. ഇവിടെ നമുക്ക് അകലെയുള്ള വസ്തു എന്ന് എഴുതാം. അടുത്തുള്ള വസ്തു, അകലെയുള്ള വസ്തു. സോ അടുത്തുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് സീലിയറി പേശി എന്താവും? സീലിയറി പേശി സങ്കോചിക്കും. അടുത്തുള്ളതിനെ നോക്കുമ്പോൾ സീലിയറി പേശി എന്താവും? സങ്കോചിക്കുന്ന സമയത്ത് എന്താണ്, അതാരെയാണ് സങ്കോചിപ്പിക്കുന്നത്? ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യാനാണ്? ലെൻസിൻ്റെ വക്രത കൂട്ടുന്നു. മറക്കരുത്. സീലിയറി പേശികൾ എപ്പോഴും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ലെൻസിൻ്റെ വക്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ സീലിയറി പേശി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അതായത് സീലിയറി പേശി നമ്മുടെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. വലിച്ച് നീട്ടുന്ന സമയത്ത് അതിൻ്റെ വക്രത എന്താവും? കൂടാൻ തുടങ്ങും. എന്നാൽ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശി എന്ത് ചെയ്യും? സീലിയറി പേശി വിശ്രമാവസ്ഥയിലാവും. അപ്പം എന്താവും? അതിൻ്റെ ലെൻസിൻ്റെ വക്രത എന്താവും? ലെൻസിൻ്റെ വക്രത കുറയുന്നു. എന്ത് ചെയ്യും? കുറയുന്നു. ഓക്കെ.